ഇന്നൊരു മാന്തൾ മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതും തേങ്ങ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ് ആയിട്ട്. അതായത് മാന്തൾ മീൻ വറ്റിച്ചത്. പണ്ടൊക്കെ വീടുകളിൽ കൂടുതലും അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം ആരും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് തേങ്ങ ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം തേങ്ങയിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. തേങ്ങയിലേക്ക് ചെറിയുള്ളിട്ട് അരച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരിക്കും. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ അടുപ്പ് ഓണാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഏത് ചട്ടിയാണോ വെക്കുന്നത് അതിലേക്ക് ഈ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എത്ര ചാറ് വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാക്കി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഷോർട്സ് ആയിട്ട്, അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഇല്ലാതെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4 പച്ചമുളകും ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് ആ തക്കാളിയും പച്ചമുളകൊക്കെ അതിൽ കിടന്ന് വേഗമുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം തിളയ്ക്കും. അപ്പോൾ ഇതൊന്നും വേഗില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാറ് ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഒഴിച്ച് കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട് മീൻ ഇല്ലാതെ തന്നെ. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അത് അങ്ങനെയും കഴിക്കാം. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ. മാന്തൾ മീനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മാന്തൾ മീൻ തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും. ഈ ഒരു കറി വെക്കുന്നതിൽ അത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറും. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ മീനിവിടെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കിതിലേക്ക് ആകെ ചെയ്യാനുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഉണക്ക മീനായതുകൊണ്ട് ഇതിൽ അത്യാവശ്യം ചെറുതായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മാന്തൾ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.